നമസ്തേ. നീറ്റ് പരീക്ഷ ക്രമക്കേടിൻ്റെ ഭാഗമായി ജന്തർ മന്ദിറിലുണ്ടായ പ്രതിഷേധവും സമരവും പിന്നീട് പാർലമെൻറ്റ് മാർച്ചൊക്കെ നടത്തി അക്രമാസക്തമായതൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, സമരം പിൻവലിച്ചു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു നാട്ടു നടപ്പാണ്. അതിൽ എത്ര കണ്ട് ന്യായമുണ്ട്, ശരിയുണ്ട് എന്നൊക്കെ അന്വേഷിക്കാൻ പോയാൽ യാതൊരുവിധ എത്തും പിടിയുമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം പരീക്ഷാ പേപ്പർ പുറത്തു പോകുന്നത്, പരീക്ഷയുടെ മുന്നിൽ പുറത്തു പോകുന്നത് എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വേണമെങ്കിൽ ഈ 12 കൊല്ലമായിരിക്കും അത് കുറവുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൽ പ്രതിഷേധിക്കാൻ പോയ കേരളത്തിലും അല്ലെങ്കിൽ പഞ്ചാബിലും അല്ലെങ്കിൽ കർണാടകത്തിലൊക്കെ എത്രയോ പരീക്ഷാ പേപ്പർ സ്ഥിരമായിട്ട് പുറത്തു പോയതാണ്. എന്നിട്ടും കേന്ദ്ര സർക്കാർ ഒന്നും പറയാതെ സമരാർത്ഥികളുടെ ആ ആവശ്യത്തിന് ചെവി കൊടുക്കുകയാണ് കേന്ദ്രം ചെയ്തത്. എന്നിട്ട് അവരുടെ ഒരു ആവശ്യം എന്താണ്? കുട്ടികളുടെ ആവശ്യം, അതായത് കുട്ടികളുടെ ബുദ്ധിയാണല്ലോ. അതായത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്ന ഈ പ്രശ്നം ഒരിക്കലും ഉണ്ടാവാതിരിക്കണം എന്നല്ല അവർ വാശി പിടിച്ചത്. മന്ത്രി രാജിവെച്ചാൽ മതി, അവരെ പ്രശ്നം തീർന്നു. അതൊരു തമാശയാണ്. ഇതേ സമര പോരാളികൾ ഇതേമാതിരി തന്നെ എത്രയോ അതും ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ എവിടെയാണ് പുറത്താവുന്നത്? BJP ഭരിക്കുന്ന സംസ്ഥാനത്തല്ല, ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റൊക്കെ കൂടി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ ആദ്യം പുറത്ത് പോയിരിക്കുന്നത്. അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം. ആരെ തീരുമാനിക്കുന്നത്? ഈ പൊടിപ്പിള്ളേർ. ഈ പൊടിപ്പിള്ളേർക്ക് എവിടെ നിന്നാണ് ഈ പൈസ വരുന്നത്? ആരാണ് പൈസ കൊടുന്ന് ഡംപ് ചെയ്യുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. അത് കണ്ടെത്തുക തന്നെ വേണം. കാരണം നാടിന് ആപത്താണ്. ഇപ്പോൾ പറയുന്നു ചൈനീസ് ജനതാ പാർട്ടിയാണ് ഇതെന്ന്. അപ്പം എന്താ, ചൈനയാണോ ഇതിൻ്റെ പിന്നിൽ? ചിലവർ പറയുന്നു ജമായത്ത് ജനതാ പാർട്ടിയാണെന്ന്. ഇതൊക്കെ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്? അവിടെ ഇപ്പോൾ അവർ തന്നെ പറയുന്നു, അവിടെ പോലീസിനെയും സേനയെയും സേനയുടെ വണ്ടിയൊക്കെ ആക്രമിച്ച വീഡിയോ നിറച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ പിള്ളേർ പറയാണ്, എന്താ പറയണത്? ഞങ്ങളല്ല, അവിടെ ഞങ്ങളിൽ വന്ന് കയറി കൂടിയവരാണ് അതൊക്കെ ചെയ്തത്. ഓക്കെ, അങ്ങനെ പിള്ളേരായ കാരണം കോടതിക്കൊക്കെ അത് വിശ്വസിക്കേണ്ടി വരികയാണ്, കേൾക്കേണ്ടി വരികയാണ്. പക്ഷേ ഈ നേതാക്കൾ മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പറയില്ല. ഈ സമരത്തിൻ്റെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ സമരം കഴിഞ്ഞിട്ടോ കുടിച്ച് കൂത്താടി മയക്കടിച്ച് കളിക്കുന്ന പെൺകുട്ടികളുമായിട്ടുള്ള വീഡിയോകൾ ഒരുപാട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് അവിടെ പോകാനും ഈ കൂത്താടാനും ഈ സമരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിന് പൈസ വേണമല്ലോ. ഇവർക്ക് വരുമാനം എന്താണ്? ഈ വിദ്യാർത്ഥികൾക്ക് ഇവർക്ക് ആരാണ് പൈസ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്? അതിന് ഉത്തരം അവർ പറയേണ്ടി വരും, ഒരു സംശയവും വേണ്ട. അത് കഴിഞ്ഞ് ഇന്നലെ അവർ പ്രഖ്യാപനം നടത്തുക. എന്താ പ്രഖ്യാപനം? ഈ സമരവുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും ലഹളകൾ ഉണ്ടായിട്ടുണ്ട്, ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പോലീസ് ലാത്തി ചാർജ് വരെ നടന്നിട്ടുണ്ട്, അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്, കേസുകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ പിൻവലിക്കണമെന്ന് ഈ വൃത്തികേട് മുഴുവൻ ഇരുന്ന് കാട്ടിയിട്ട് ഒരു കോൺഗ്രസ് നേതാവിനും പിടിച്ചിരുത്തിയിട്ട് കോൺഗ്രസ്സുകാർക്ക് നാണമില്ലേ? കോൺഗ്രസ് നേതാക്കളെ, നിങ്ങൾ ഭരിക്കുമ്പോൾ എത്ര പ്രാവശ്യമാണ് ചോദ്യപേപ്പർ പുറത്തു പോയിരിക്കുന്നത്? നിങ്ങളത് പുറത്ത് കച്ചവടം ചെയ്യലായിരുന്നു. നിങ്ങളുടെ എത്ര മന്ത്രിസഭകൾ വീണിട്ടുണ്ട് ചോദ്യപേപ്പർ വീണിട്ട്? രാജസ്ഥാൻ, പഞ്ചാബ്, എത്ര സ്ഥലങ്ങളിൽ. ഇപ്പോൾ
ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ എവിടെ ചോർന്നത്? നിങ്ങൾ ഭരിക്കുന്ന, നിങ്ങളുടെ മുന്നണി ഭരിക്കുന്ന സംസ്ഥാനത്താണ്. എന്നിട്ട് ഈ ചെക്കന്മാർ അങ്ങോട്ട് പോയില്ല. എന്നിട്ടും കേന്ദ്ര സർക്കാരിന് ഒരുപാട് സീരിയസ് ആയ കാര്യങ്ങൾ നോക്കാനുള്ള കാരണം ഇതൊരു ശല്യമാണ്. ഈ പാറ്റകൾ ഇങ്ങനെ ഉള്ളോ, ആ ശല്യമാണ്. ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചത്. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും രാജിവെക്കേണ്ട ഒരാവശ്യമില്ല. വേറെ ഒരാൾ വിദ്യാഭ്യാസ മന്ത്രിയായി. ഇവിടെ ആര് മന്ത്രിയായാലും ഇവിടെ ഒരു സിസ്റ്റമുണ്ട്, മനസ്സിലാക്കിക്കോ. നിങ്ങൾ പറയണതിന് മുന്നേ നീറ്റ് പരീക്ഷയുടെ അന്വേഷണവും ചോർന്ന സ്ഥലവും അതിന് ബന്ധപ്പെട്ടവരൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ മരിക്കുന്നതായിട്ട് കൂട്ടിക്കെട്ടണ്ട. ഇവിടെ കാലങ്ങളായിട്ട് പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോൾ, പരീക്ഷയിൽ തോൽക്കുമ്പോൾ, പരീക്ഷ മാറ്റിവെക്കുമ്പോൾ മാനസിക ബലം കുറഞ്ഞ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ആരാണെങ്കിലും അവർ ആത്മഹത്യ ചെയ്യാറുണ്ട്. അത് ഇതിൽ കൂട്ടി വായിച്ചിട്ട് വലിയൊരു എന്താ പറയുക, ഒരു മാനസിക ഒരു ഫീലിംഗ് ഉണ്ടാക്കി ജനങ്ങളെ കവർന്നെടുക്കാനുള്ള ആ തട്ടിപ്പുണ്ടല്ലോ, അതൊന്നും കാര്യമില്ല. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡാൻസ് വീഡിയോ എല്ലാവരും കാണുകയാണ്. നിങ്ങൾ കൂത്തി മറയാണ്. നിങ്ങളുടെ സങ്കടമൊക്കെ ഒന്നും അവിടെ ഇല്ല. നിങ്ങളാണിപ്പോൾ ആ കേസ് പിൻവലിക്കണം, ഈ കേസ് പിൻവലിക്കണം, ഈ രാജ്യത്തിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നടക്കുന്നത്. കേരളത്തിൽ BJP എന്നല്ല ഭരിക്കണേ, അവിടെയുണ്ട് കേസ്, അവിടെയുണ്ട് അറസ്റ്റ്. അത് പിൻവലിക്കണമെന്ന് പറയേ, ആ പാർട്ടിക്കാരോട് പറയേ. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഇന്ത്യ ഇന്ന് ലോക രാജ്യങ്ങളിൽ കുതിക്കുകയാണ് മുന്നിലോട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിത്തനടക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണോ? നിങ്ങളെ ശരിക്ക് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, കാണാം വരും ദിവസങ്ങളിൽ. അത് ഞാൻ പറയുന്നില്ല, അത് വേണം. നിങ്ങളുടെ ശരിയായ ഐഡൻറ്റിറ്റി പുറത്ത് കൊണ്ടുവരിക വേണം. ഈ സമയത്താണ് ഞാനിത് പറയാൻ കാരണം ഇതൊന്നുമല്ല. കേരളത്തിലെ ഒരു ഷെയ്ഖ് പറഞ്ഞ അറബി രാജ്യങ്ങളിലൊക്കെ ഒരു സ്ഥാനപ്പേരാണ്. ആ ഷെയ്ഖ് അല്ല കേട്ടോ, ജെയ്ക്ക് തോമസ്. ആ ക്രിസ്ത്യാനിയുടെ പേരും വെച്ചിട്ട് ഒരു നാറി പ്രധാനമന്ത്രിയെ അവൻ വൃത്തികേട് പറഞ്ഞിരിക്കുക. അവൻ പറയാ, എന്താ അവൻ പറയണത്? ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു, മുസോളിനിയെ വിളക്കുകാലിൽ കെട്ടിത്തൂക്കി. ഇവൻ്റെ വാപ്പേനാണ് കെട്ടിത്തൂക്കിയത്. ആ ജെയ്ക്ക് തോമസിൻ്റെ വാപ്പേനായിരിക്കും കെട്ടിത്തൂക്കിയത്. എടാ പന്നി, നിന്റെ നേതാവരുടെ കട്ടിട്ട് ഇപ്പതാ വീണ്ടും എക്സ്ട്രാ ലോജിക്കും CMR കഥയൊക്കെ വന്ന് നിന്റെ നേതാവിനെടാ തൂക്കി കമ്പിക്കാലിൽ തൂക്കിയിട്ടുണ്ട്. ജനങ്ങൾ ചാട്ടവാർ അടിക്കേണ്ടത്. നീ ആരടാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ വൃത്തികേട് പറയാൻ? നീ ആരാണടാ? നീ പല പ്രാവശ്യം ഇത് ചെയ്യുന്നുണ്ട്. നിനക്ക് എവിടെയെങ്കിലും ഒരു ഗതി രാഷ്ട്രീയത്തിലുണ്ടായിട്ടാ നിന്റെ ഈ വൃത്തികെട്ട സംസാരം കാരണം? ഇവിടെ നിന്റെ നേതാവ് കഥ മുഴുവൻ ഇവിടെ ഉണ്ടായിട്ടും ഒരു BJPക്കാരനോ ആരും വൃത്തികേട് പറഞ്ഞിട്ടില്ല. തൂക്കിക്കൊല്ലണമെന്നോ അല്ലെങ്കിൽ ഇതേമാതിരി വിളക്ക് കാലിൽ കെട്ടിത്തൂക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് കോടതി തീരുമാനിച്ചോളൂ. പക്ഷെ നീ ആരടാ ഇന്ത്യയുടെ ജനാധിപത്യ രീതിയിൽ വന്ന പ്രധാനമന്ത്രിയെ ഈ വൃത്തികേട് പറയാൻ? നീ ആരടാ? ഷെയ്ഖാത്ര അവൻ, ജെയ്ക്ക് നാറി. ഇത്തരം നാറികളെയാണ് ഈ നാട്ടിൽ നിന്ന് നാട് കടത്തേണ്ടത്. ഇതുപോലെ ഇനിയുമുണ്ട് കുറേ എണ്ണം. പ്രധാനമന്ത്രിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, വേറൊരു സ്ത്രീ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നാറികളെ ഈ നാട്ടിൽ നിന്ന് ഒരു സാമാന്യ മര്യാദ വേണോ? രാഷ്ട്രീയ മര്യാദ അത് കാണിക്കാനുള്ള ഒരു പക്വതയെങ്കിലും നീയൊക്കെ കാണിക്കുക. നീ അവിടെ മുറികൾ പണിതിട്ടുള്ള ജീവിക്കുന്ന നിനക്ക് രാഷ്ട്രീയത്തിൽ നിനക്ക് ജയിക്കാനും പറ്റിയില്ല, സ്ഥാനം കിട്ടിയിട്ടില്ല. അല്ലാതെ നീ കട്ടിട്ട് നിൻ്റെ എവിടെ കുറച്ച് കടമുറി ജീവിച്ചിട്ട് ഇങ്ങനെ തിന്നിട്ട് എച്ചിലും തിന്ന് നാട്ടുകാരുടെ നീ എന്ത് അധ്വാനിച്ചിട്ടാണ് നീ ഈ വർത്തമാനം പറയണത്? നാറി. കൂടുതൽ പറയുന്നില്ലടാ. ഇതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്.